ബാർഡോളിയിലെ പഞ്ചസാര ഫാക്ടറിയിലേക്ക് കരിമ്പുകൾ എത്തിക്കുന്നതിന് വേണ്ടി പോകുന്ന ഒരു കാളവണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇവിടങ്ങളിൽ കാളവണ്ടികളിൽ, ട്രാക്ടറുകളിൽ, വലിയ ലോറികളിൽ ഒക്കെയാണ് പഞ്ചസാര ഫാക്ടറിയിലേക്ക് ഈ കരിമ്പുകൾ കൃഷിത്തോട്ടത്തിൽ നിന്ന് എത്തിക്കുന്നത്. ഇവിടെ കരിമ്പ് വെട്ടുന്നതിന് വേണ്ടി മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആൾക്കാർ ഈ ഒരു സീസണിൽ ഇവിടെ എത്തുന്നുണ്ട്. പ്രധാനമായിട്ട് ബാർഡോളിക്ക് സമീപം തന്നെ 2-3 പഞ്ചസാര ഫാക്ടറികൾ വേറെ വലുത് പ്രവർത്തിക്കുന്നുമുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്തത് മകരമാസത്തിൽ ആയിരുന്നു, അതായത് ജനുവരി മാസത്തിലായിരുന്നു. അവിടെ മകരസംക്രമ ദിവസം പട്ടം പറത്തുന്ന ഒരു പരിപാടിയുണ്ട്. വിവിധ കടകൾ, ധാരാളം കടകളിൽ അവിടെ പട്ടത്തിൻ്റെ വിൽപ്പന നടക്കുന്നുണ്ട്. പല പല രൂപത്തിലും പല നിറത്തിലുമുള്ള ധാരാളം പട്ടങ്ങളും ഈ പട്ടം പറത്തുന്നതിന് ആവശ്യമുള്ള നൂലുകളും അവിടെ വിൽപ്പന നടത്തുന്നു. പിന്നീട് ഞങ്ങൾ യാത്ര പോയത് പട്ടേൽ വിഭാഗത്തിൻ്റെ ഒരു വലിയ കോളനി പോലെ ഉള്ള ഒരു പ്രദേശമാണ്. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെയുള്ള അഗ്രഹാരങ്ങളുടെ രൂപത്തിലാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. വളരെ പഴയതും എന്നാൽ വളരെ ഗാംഭീര്യമുള്ളതും ഉള്ള ധനാഠ്യന്മാരായിട്ടുള്ള പട്ടേലന്മാരുടെ വീടുകളാണ് ഈ പ്രദേശത്ത് മുഴുവനായിട്ട് ഉള്ളത്. പിന്നീട് ഞങ്ങൾ വന്ന വഴിക്കാണ് വളരെ മനോഹരമായ 2 കുതിരകളെ കണ്ടത്. വെള്ള കുതിരകളാണ്. അതോടൊപ്പം തന്നെ ഒരു കുതിരവണ്ടിയും അവിടെ അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട്. ഇത് അവിടങ്ങളിൽ വിവാഹ ആവശ്യത്തിന് വേണ്ടി വധൂവരന്മാരെ കൊണ്ടുപോകുന്നതിനും കൊണ്ടുവരുന്നതിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കുതിരവണ്ടികളാണ് ഇവ. ഇവിടെ തന്നെ ബാർഡോളിയിൽ ഒരു അക്ഷർധാം മന്ദിർ ഉണ്ട്. വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ളതും വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതുമായ ഒരു ക്ഷേത്രമാണ് ഈ അക്ഷർധാം മന്ദിർ. മറ്റ് അക്ഷർധാം മന്ദിറിലൊക്കെ തന്നെ വീഡിയോ എടുക്കുവാനോ ക്യാമറയോ മൊബൈൽ ഫോണോ കടത്തുകയില്ല. എന്നാൽ ഈ ബാർഡോളിയിലെ മന്ദിരത്തിൽ ക്യാമറ കൊണ്ടുവരുന്നതിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങൾ നമ്മൾ വീഡിയോ പിടിക്കുകയുണ്ടായി. ഇതിൽ മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങൾ, അതുപോലെ തന്നെ നല്ല രീതിയിൽ മാർബിളിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ അക്ഷർധാം മന്ദിർ.